LDF വരും എല്ലാം ശരിയാകും. 10 വർഷം മുമ്പ് കേരളത്തിലെ റേഡിയോയിലും ടിവിയിലും ചായക്കടയിലും ഒരുപോലെ മുഴങ്ങിക്കേട്ട ഈ വരികൾ ഇന്ന് കേൾക്കുമ്പോൾ മലയാളികൾക്ക് ചിരിയാണോ അതോ കരച്ചിലാണോ വരുന്നതെന്ന് ചോദിച്ചാൽ രണ്ടും വരുന്നുണ്ട് എന്നതാണ് സത്യം. അന്ന് നമ്മൾ കരുതിയത് ജനങ്ങളുടെ ജീവിതം ശരിയാകുമെന്നാണ്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ എല്ലാം ശരിയായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയും അടിവേരും വരെ പിണറായി വിജയൻ എന്ന ക്യാപ്റ്റൻ ശരിയാക്കിയെടുത്തിട്ടുണ്ട്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിച്ചവർക്ക് നിങ്ങളല്ലാതെ മറ്റാരായാലും മതിയെന്ന് ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി നൽകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. 2.5 പതിറ്റാണ്ട് കാലം പാർട്ടി അടക്കി ഭരിച്ച ആരെയും ബഹുമാനിക്കാത്ത ഇരട്ടച്ചങ്ങൻ പ്രതിച്ഛായ ഇന്ന് ഒരു കളിപ്പാട്ടം പോലെ തകർന്നു വീണിരിക്കുകയാണ്. കടലിൽ കപ്പൽ നയിക്കുന്ന ക്യാപ്റ്റനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്, സ്വന്തം പാർട്ടിയെ തന്നെ മുഖ്യ ക്യാപ്റ്റനെ കുറിച്ചാണ്. കാരണഭൂതനെന്നും കാലം കാത്തുവെച്ച് കർമ്മയോഗിയെന്നും കേരളത്തിന് നൽകിയ വരദാനമെന്നും സ്തുതി പാഠകർ പാടിപ്പുകഴ്ത്തിയപ്പോൾ പിണറായി വിജയൻ എന്ന വ്യക്തി പാർട്ടിക്ക് മുകളിലാണെന്ന് അദ്ദേഹം സ്വയം വിശ്വസിച്ചു പോയി. പക്ഷേ പാർട്ടി അണികൾ ഇന്ന് നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ക്യാപ്റ്റൻ അല്ല, പ്രത്യായ ശാസ്ത്രമാണ് വലുതെന്ന്. കഴിഞ്ഞ 10 വർഷമായി കേരളം കണ്ടത് രാഷ്ട്രീയമല്ല, മറിച്ച് കേവലം PR വർക്ക് മാത്രമാണ്. കോടികൾ പൊടിച്ച് പരസ്യം നൽകിയാൽ ഭരണം തുടരാമെന്നും പിണറായിസത്തിന് മുന്നിൽ ജനങ്ങൾ തലകുനിക്കുമെന്നും കരുതിയവർക്ക് തെറ്റി. ഡോക്യുമെന്ററി എടുത്തും മറ്റും ഒരു നേതാവിനെ വാഴ്ത്തിപ്പാടിയവർ ഇപ്പോൾ എവിടെയാണോ എന്തോ. ഭരണത്തിലെ ധാർഷ്ട്യം നോക്കൂ. ജനകീയ പ്രശ്നങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ കടക്ക് പുറത്തുമെന്നും വീട്ടിൽ പോയി ചോദിക്കുമെന്നും ആക്രോശിക്കുന്ന ഒരു മുഖ്യമന്ത്രി. ഈ അഹങ്കാരത്തിനുള്ള കനത്ത പ്രഹരമാണ് ജനങ്ങൾ നൽകിയത്. സ്വന്തം പാർട്ടിയിലെ കരുത്തരായ നേതാക്കളെ വെട്ടിനിർത്തിയും ഒതുക്കിയും പിണറായി തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തു. P. ജയരാജൻ, G. സുധാകരൻ, തോമസ് ഐസക്, KK ശൈലജ ഇങ്ങനെ ജനകീയ അടിത്തറയുള്ളവരെയൊക്കെ മാറ്റി നിർത്തി മുഖ്യമന്ത്രിയുടെ മരുമകനും സ്തുതിപാഠകർക്കും വേണ്ടി പരവതാനി വീഴ്ചപ്പോൾ തന്നെ ഈ പതനം ഉറപ്പായതായിരുന്നു. പണ്ട് VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നപ്പോൾ പാർട്ടിയിൽ ഒരു തിരുത്തൽ ശക്തിയെങ്കിലും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ചുറ്റും നിൽക്കുന്നത് വിനീത വിധേയന്മാർ മാത്രമാണ്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനാകട്ടെ പരാജയങ്ങളുടെ ഒരു കലണ്ടർ തന്നെ കീഴ്ശയിൽ വെച്ചാണ് നടക്കുന്നത്. സ്വന്തം ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാനും ഇഷ്ടക്കാർക്ക് ടേം നിബന്ധനകൾ മാറ്റിക്കൊടുക്കാനും കാണിച്ച ആവേശം പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ ഗോവിന്ദൻ മാസ്റ്റർ കാണിച്ചില്ല. ഫലമോ? ബംഗാളിലും ത്രിപുരയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ച അതേ പതനം കേരളത്തിലും ദൃശ്യമായി തുടങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുന്ന P. ശശിക്കും KK രാഗേഷിനുമെതിരെ അണികൾക്കിടയിൽ പുകയുന്ന പ്രതിഷേധം ചെറുതല്ല. പോലീസിനെ കയറൂരി വിട്ടതും ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഭരണശൈലിയും പാർട്ടി കോട്ടകളെ പോലും തകർത്ത് കളഞ്ഞു. ഇതിനിടയിലാണ് കണ്ണൂരിൽ നിന്ന് വീണ്ടും PJ തരംഗം ഉയരുന്നത്. വിജയപരാജയങ്ങൾ വ്യക്തിയുടെ മഹിമയല്ല എന്ന് ജയരാജൻ പറയുമ്പോൾ അത് ക്യാപ്റ്റന്റെ നെഞ്ചത്തേക്കുള്ള നേരിട്ടുള്ള അമ്പാണ്. ഇനി നമ്മൾ ക്യാപ്റ്റനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതിയോ? കൂടെയുള്ള ആ ടീം കൂടെ വേണ്ടേ? കപ്പൽ മുങ്ങാൻ ക്യാപ്റ്റൻ മാത്രം വിചാരിച്ചാൽ പോരല്ലോ, കൂടെയുള്ളവർ കൂടി കിണഞ്ഞ് പരിശ്രമിക്കണം. ആ കാര്യത്തിൽ നമ്മുടെ ഓരോ മന്ത്രിമാരും കാണിച്ച ആവേശം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ആദ്യം തന്നെ വീണ ജോർജിന്റെ കാര്യമെടുക്കാം. ക്യാമറ എവിടെയുണ്ടോ അവിടെ മന്ത്രിയുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നാൽ ഉടനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും കൂടെ ഒരു പെർഫെക്റ്റ് ലുക്കിലുള്ള ഫോട്ടോയും വരും. ആരോഗ്യവകുപ്പ് ശരിയാക്കിയോ എന്ന് ചോദിച്ചാൽ ആശുപത്രികളിൽ മരുന്നുണ്ടോ എന്ന് നോക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം വീണ ജോർജ് തന്റെ മൈക്കും ക്യാമറയും സെറ്റാണോ എന്ന് നോക്കാൻ ചിലവാക്കി. പണ്ട് ശൈലജ ടീച്ചർ ഉണ്ടാക്കി വെച്ച പേരും പ്രശസ്തിയും വീണ വായിച്ചില്ലാതാക്കാൻ ടീച്ചർക്ക് കഴിഞ്ഞു എന്ന് പറയുന്നതാവും ശരി. ഇനി വി ശിവൻകുട്ടിയുടെ ഓരോ ഡയലോഗുകൾ കേട്ടാൽ തോന്നും കേരളത്തിലെ വിദ്യാഭ്യാസം ഓക്സ്ഫോർഡിനേക്കാൾ മുകളിലാണെന്ന്. പണ്ട് നിയമസഭയിലെ ഡെസ്കിന് മുകളിൽ കയറി വിപ്ലവം കാണിച്ച ആ ഊർജം ഇപ്പോഴും പുള്ളിക്ക് കൈമോശം വന്നിട്ടില്ല. സ്കൂൾ തുറക്കുമ്പോൾ കുട പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ എടുക്കുന്ന തിരക്കിനിടയിൽ സിലബസും പരീക്ഷയും ഒക്കെ എങ്ങനെയൊക്കെയോ നടന്നു പോകുന്നു. കുട്ടികളെ പേടിക്കണ്ട എന്ന് പറയുമ്പോൾ കുട്ടികൾക്കല്ല രക്ഷിതാക്കൾക്കാണ് പേടി കൂടുന്നത്. പണമില്ലാത്ത ഖജനാവിന്റെ കാവൽക്കാരൻ KN ബാലഗോപാലിന്റെ കാര്യം പിന്നെ പറയാനുണ്ടോ? കേരളത്തിന്റെ കയ്യിൽ പണമില്ലെന്ന് കരയാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. പക്ഷേ മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്ററിൽ പറക്കാനും മന്ത്രിമാർക്ക് പുതിയ ഇന്നോവ വാങ്ങാനും വിദേശ യാത്രകൾക്കും ബാലഗോപാൽ സാറിന്റെ കയ്യിൽ പണം എപ്പോഴും റെഡിയാണ്.
സാധാരണക്കാരന് പെൻഷൻ കൊടുക്കാൻ മാത്രം പണമില്ല. പെൻഷൻ ചോദിച്ചു വരുന്ന പാവങ്ങളോട് കേന്ദ്രത്തെ നോക്കി കുരയ്ക്കൂ എന്ന് പറയുന്ന ആ തന്ത്രമുണ്ടല്ലോ, അത് സമ്മതിച്ചു കൊടുക്കണം. ഇനി അതുപോലെ തന്നെ നമ്മുടെ റിയാസ് മന്ത്രി പൊതുമരാമത്ത് വകുപ്പിലെ കുഴികൾ എണ്ണിക്കൊണ്ടിരിക്കാൻ പുള്ളിക്ക് നല്ല താല്പര്യമാണ്. റോഡിലെ കുഴിയേക്കാൾ വലിയ കുഴിയാണ് പാർട്ടിക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് അണികൾ തന്നെ രഹസ്യമായി പറയുകയാണ്. ടൂറിസം വികസിപ്പിക്കുമെന്ന് പറഞ്ഞ് ലോകം ചുറ്റുമ്പോൾ സ്വന്തം നാട്ടിലെ റോഡിലൂടെ ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. പക്ഷേ എന്തായാലും മരുമകനായതുകൊണ്ട് ക്യാപ്റ്റന്റെ തണലിൽ എല്ലാം സേഫാണ്. പിന്നെ സജി ചെറിയാനും ആന്റണി രാജുവും അബ്ദുറഹ്മാനും ഒക്കെ ഓരോരോ മേഖലകളിൽ അവരുടെ കഴിവിന്റെ പരമാവധി ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. മീൻ പിടിക്കാൻ പോകുന്നവർ മുതൽ വിഴിഞ്ഞത്ത് സമരം ചെയ്തവർ വരെ എല്ലാവരെയും മന്ത്രിമാർ ഒരേപോലെ വെല്ലുവിളിച്ചു. ജനങ്ങളെ വെല്ലുവിളിക്കുന്നതാണ് വിപ്ലവം എന്ന് ഏതോ PR ഏജൻസി ഇവരെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനത്തെ കുറിച്ചാണ്. കപ്പൽ മുങ്ങാൻ തുടങ്ങുമ്പോൾ ആ പായ്ക്കപ്പലിന്റെ ഓരോ പലകയും ഇളകി മാറ്റി ആഴക്കടലിലേക്ക് വഴി തുറന്നു കൊടുക്കുന്ന ആ ഒരു വിദ്യയുണ്ടല്ലോ, അത് ഈ മന്ത്രിസഭയെ കണ്ടു തന്നെ പഠിക്കണം. ജനങ്ങളുടെ ജീവിതം ശരിയാക്കി കൊടുക്കുമെന്ന് കരുതി നമ്മൾ കാത്തിരുന്നു. പക്ഷെ ഇവർ ശരിയാക്കിയത് മറ്റൊന്നാണ്, കേരളത്തിലെ സാധാരണക്കാരന്റെ ക്ഷേമ. KSRTCയിൽ ശമ്പളമില്ലാതെ കഷ്ടപ്പെടുന്ന ജീവനക്കാരും പെൻഷൻ കിട്ടാതെ തളർന്നു പോയ മുതിർന്ന പൗരന്മാരും റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും നിയമനം കിട്ടാത്ത ഉദ്യോഗാർത്ഥികളും എല്ലാം ഇന്ന് ഒരേ സ്വരത്തിൽ ചോദിക്കുന്നതൊന്നാണ്, ഇതാണോ നിങ്ങൾ പറഞ്ഞ ആ സുവർണകാലം? ഈ ഭരണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തെറ്റ് പറ്റിയാൽ അത് സമ്മതിക്കില്ല എന്നതാണ്. തോറ്റാൽ അത് ജനങ്ങളുടെ കുറ്റം, അഴിമതി പുറത്തു വന്നാൽ അത് മാധ്യമങ്ങളുടെ കുറ്റം, വിലക്കയറ്റം ഉണ്ടായാൽ അത് കേന്ദ്രത്തിന്റെ കുറ്റം. ഇങ്ങനെ എല്ലാ കുറ്റങ്ങളും മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച തങ്ങൾ മാത്രം വിശുദ്ധന്മാർ എന്ന് വിശ്വസിച്ച് നടക്കുന്ന ആ ഒരു സംഘത്തെ നമ്മൾ മുൻപൊരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. ആ ധാർഷ്ട്യത്തിനുള്ള കനത്ത പ്രഹരമാണ് ഇത്തവണ വോട്ടിംഗ് യന്ത്രങ്ങൾ നൽകിയത്. പണ്ട് AKG സെന്ററിൽ നിന്ന് വന്നിരുന്ന തീരുമാനങ്ങൾ ഇന്ന് ചില സ്വകാര്യ ഉപദേശികളിൽ നിന്നോ അല്ലെങ്കിൽ PR ഏജൻസികളിൽ നിന്നോ വരുന്നു എന്ന ആരോപണം ഇന്നും അണികൾ പോലും ശരിവെക്കുന്നുണ്ട്. നവോത്ഥാനം എന്ന് കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് ഇന്ന് പുച്ഛമാണ് തോന്നുന്നത്. നവോത്ഥാനത്തിന്റെ പേരിൽ മതിലുകൾ പണിതവർ തന്നെ ഭരണത്തിന്റെ പേരിൽ ജനങ്ങൾക്കും സർക്കാരിനും ഇടയിൽ വലിയ മതിലുകൾ തീർത്തു കഴിഞ്ഞു. മന്ത്രിമാർ ഓരോരുത്തരും തങ്ങളുടെ വകുപ്പുകൾ തന്നിഷ്ടം പോലെ കൈകാര്യം ചെയ്തപ്പോൾ വഴിയിൽ അപകടക്കെണികൾ ഒരുങ്ങിയാലും ആശുപത്രിയിൽ ജീവൻ രക്ഷാ മരുന്നുകൾ ഇല്ലാതായാലും അതൊന്നും തങ്ങളെ ബാധിക്കില്ല എന്ന മട്ടിലായിരുന്നു അവരുടെ പെരുമാറ്റം. ആകാശക്കോട്ടകൾ കെട്ടിയും വിദേശയാത്രകൾ നടത്തിയും ജനങ്ങളെ വിഡ്ഢികളാക്കാമെന്ന് കരുതിയവർ ഇപ്പോൾ സ്വന്തം പാർട്ടി കോട്ടകളിൽ പോലും വോട്ട് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഇനി വരാനിരിക്കുന്നത് തിരുത്തലുകളുടെ കാലമാണെന്ന് ചിലർ പറയുന്നു. പക്ഷേ കണ്ണാടി നോക്കി സ്വന്തം മുഖത്തെ അഴുക്ക് മാറ്റുന്നതിന് പകരം കണ്ണാടി അടിച്ചു തകർക്കുന്ന സ്വഭാവമാണ് നേതൃത്വത്തിന് ഉള്ളതെങ്കിൽ ഈ പതനം പൂർണ്ണമാകും. ക്യാപ്റ്റൻ സീറ്റിൽ ഉറച്ചിരിക്കുമ്പോൾ കപ്പൽ അടിത്തട്ടിലേക്ക് തന്നെ പോകുമെന്ന് ഉറപ്പാണ്. ജനങ്ങൾ തങ്ങളെ കൈവിട്ടു എന്ന് ഇപ്പോഴും സമ്മതിക്കാൻ തയ്യാറാകാത്തവർ ഇനിയൊരു തിരിച്ചുപോക്കിന് വഴിയില്ലാത്ത വിധം ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് എടുത്തെറിയപ്പെടും. ഈ നാടകം ഇവിടെയും അവസാനിക്കുന്നില്ല. പക്ഷേ പ്രിയപ്പെട്ട മലയാളികളെ, ഒരു കാര്യം നമ്മൾ പഠിച്ചു. പരസ്യവാചകങ്ങളിലെ തിളക്കമല്ല, ഭരണാധികാരികളുടെ പ്രവൃത്തിയിലെ സത്യസന്ധതയാണ് പ്രധാനം. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇനി വന്നാൽ പഴയ ആ മുങ്ങിയ കപ്പലിന്റെ കഥ ഒന്ന് ഓർമ്മിച്ചു കൊടുക്കുക. കാരണം ജനങ്ങളെ ഒരു തവണ പറ്റിക്കാം, 2 തവണ പറ്റിക്കാം, പക്ഷേ എല്ലാ കാലവും പറ്റിക്കാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.